ഒമാനിൽ ആസൂത്രണം ചെയ്ത റെയിൽവേ പദ്ധതികളുടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുന്നതായി ഗതാഗത മന്ത്രാലയം. മസ്കറ്റ് മെട്രോ പദ്ധതിക്കായുള്ള കൺസൾട്ടൻസി പഠനം ഈ വർഷം പൂർത്തിയാകും. ഒമാൻ സൗദി അറേബ്യ റെയിൽവേ പദ്ധതിയുടെ പഠനവും ഈ വർഷം പൂർത്തിയാകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഒമാൻ ഗതാഗത കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ വാർഷിക വാർത്താ സമ്മേളനത്തിലാണ് റെയിൽവേ പദ്ധതികൾ മികച്ച പുരോഗതി കൈവരിക്കുന്നതായി അധികൃതർ വിശദീകരിച്ചത്. മസ്കറ്റ് മെട്രോയ്ക്കായി കൺസൾട്ടൻസി നടത്തുന്ന പഠനം ഈ വർഷം പൂർത്തിയാക്കുമെന്നും ഇതിനുശേഷം അന്തിമ പ്രഖ്യാപനമുണ്ടാകുമെന്നും മന്ത്രി സയ്യിദ് ബിൻ ഹമൂദ് അൽ മവാലി അറിയിച്ചു. 100 കോടി മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന മെട്രോ ലൈന് 55 കിലോമീറ്റർ ദൈർഘ്യമുണ്ടാകും. സുൽത്താൻ ഹൈതം സിറ്റിയിലേക്കുള്ള കണക്ടിവിറ്റി ഉൾപ്പെടെ 42 പാസഞ്ചർ സ്റ്റേഷനുകൾ ഉണ്ടാകുമെന്നും അധികൃതർ വിശദീകരിച്ചു. സോഹാർ അബുദാബി അന്താരാഷ്ട്ര റെയിൽവേ ലൈൻ ഈ വർഷം തന്നെ നിർമ്മാണ ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. ഭവന നഗരാസൂത്രണ മന്ത്രാലയം ഗ്രേറ്റർ മസ്കറ്റ് വികസന പദ്ധതികൾ ആരംഭിക്കുമ്പോൾ പൊതുഗതാഗത സംവിധാനത്തിന്റെ നവീകരണവും ഉണ്ടാകും. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയെ ഉൾക്കൊള്ളുക, നിക്ഷേപം ആകർഷിക്കുക, ഗതാഗതം വികസിപ്പിക്കുക, സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, പരിസ്ഥിതി സംരക്ഷിക്കുക എന്നിവയാണ് പദ്ധതികളിലൂടെ ലക്ഷ്യം വെക്കുന്നത്. റെയിൽവേ നിയമത്തിന്റെ കരട് തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് മന്ത്രാലയം. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.